റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ പല സെയിൽ ചെയ്യാനും അതേപോലെ നമ്മൾക്ക് വാങ്ങി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയ പല പല കേക്കുകളും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അതേപോലത്തെ ഒരു കേക്കാണ് ഇത്. 1 kg ഒരു കേക്കാണിത്. ഇത് നമ്മളെ ക്യാരറ്റ് ഹാൻഡ് ഡൈസ് കേക്കും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്കൊന്ന് ഇതൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കാം. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണെന്ന് ഇത് കണ്ടു നോക്കാം. അതിന് വേണ്ടി നമ്മൾക്ക് കുറച്ച് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇതൊക്കെ ഒന്ന് അരിച്ച് വെക്കണം. അതിന് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഏലക്കായും പട്ടയും അതേപോലെ ജാതിക്കയും ഇത് മൂന്നും ഒന്നിച്ചാക്കിയിട്ട് പൊടിച്ച പൊടിയാണിത്. അത് 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചേർത്താൽ മതി. ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് എന്താക്കണം, ഇതൊന്ന് നല്ലതുപോലെ അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ മിക്സാക്കി നമുക്ക് അരിച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1 kg കേക്ക് ആയതുകൊണ്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആ 1 kg കേക്കിൻ്റെ അളവാണ് ഞാനിപ്പോൾ നിങ്ങളോടത്ത് പറയുന്നത്. ആ 4 കോഴിമുട്ടയും നമ്മൾക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത 2 കപ്പ് നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റാണ് 250 ഗ്രാമിൻ്റെ കപ്പിൽ 2 കപ്പ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് നുറുക്കിയെടുത്ത് നമ്മളെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. പഞ്ചസാര കലിയുന്നത് പോലെയും ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മളെ കേക്കിന് ഒരു മയം വരുന്നത്. ഇതേപോലെ തന്നെ നല്ലതുപോലെ അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാൻ നമ്മളെ ക്യാരറ്റാവട്ടെ ഈത്തപ്പഴാവട്ടെ എല്ലാം തന്നെ ഇതേപോലെ ഞാൻ മുട്ടയിൽ ചേർത്തിട്ട് തന്നെയാണ് ഞാൻ അടിക്കുന്നത്. അതല്ലാതെ അത് വേറെ മൈദപ്പൊടി ഇട്ടിട്ട് പിന്നെ മിക്സാക്കി വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാം തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഇതെല്ലാം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ പഞ്ചസാര കരാമിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ ചെയ്തത്. അത് നമുക്ക് എന്താക്കണം, 1/2 കപ്പ് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിൽ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഓൾറെഡി ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഇതേപോലെ തന്നെ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കാം. പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ക്യാമറ ഓഫായി പോയത് കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരിച്ച് വെച്ച നമ്മളെ മൈദൻ്റെ കൂട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പം നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട്, നമ്മളെ ക്യാരറ്റ് ആവട്ടെ അതുപോലെ നമ്മളെ ഈത്തപ്പഴമാവട്ടെ ഒന്നും തന്നെ കാണാനില്ല. എല്ലാം തന്നെ നല്ലതുപോലെ മിക്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താക്കണം, നമ്മൾക്ക് ഏതിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ടിന്നിലേക്ക് നമ്മൾക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവന്. അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 50 മിനിറ്റാണ് ഞാൻ 45-50 മിനിറ്റ് വരെ ഞാൻ വേവാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിയായതുകൊണ്ട് നമ്മളെ കേക്കൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അടിപൊളി കേക്കാണ്. എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കുക. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ സെയിൽ ചെയ്യുക ഒക്കെ ചെയ്യുന്നത് നല്ലൊരു കേക്ക് തന്നെയാണ്. ഇതെടുത്തിട്ട് നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നമ്മൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കണം, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കണം.
ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനിത് സെയിൽ ചെയ്യാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതേപോലുള്ള കേക്ക് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നതും. ഇന്ന് ഞാൻ നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു 1 kgൻ്റെ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതൊക്കെയാണ് ഒരു 1 kgൻ്റെ കേക്കിന് ഉള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നമ്മളെ കേക്കെല്ലാം ഞാൻ നല്ലതുപോലെ എനിക്കിത് കട്ട് ചെയ്തിട്ട് എനിക്കത് 20 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ടും കട്ട് ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓരോരാൾ ഇതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു തരത്തിലുള്ള ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് 20 പീസ് കിട്ടിയിട്ടുണ്ട് ഈ 1 kg നിന്ന്. എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ക്യാരറ്റ് ആവട്ടെ ഈത്തപ്പഴമാവട്ടെ എല്ലാം തന്നെ അടിപൊളിയായിട്ട് എല്ലാം മിക്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെയുള്ള എല്ലാവരും ഈ ക്രിസ്മസിനെയോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം. ഇനിയും നല്ല നല്ല കേക്കുകളും റെസിപ്പികളും എല്ലാം ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും അസ്സലാമു അലൈക്കും. താങ്ക് യു.